വളരെ പെട്ടെന്ന് തന്നെ കായ്ഫലം തരുന്ന ഒരു തരം പ്ലാവിനമാണ് വിയറ്റ്നാം സൂപ്പർലേളി എന്ന് പറയുന്നത്. അതിൻ്റെ പേര് പോലെ തന്നെ പെട്ടെന്ന് തന്നെ ചക്കയൊക്കെ ഉണ്ടായി തുടങ്ങും. വിയറ്റ്നാം സൂപ്പർലേളിയുടെ ഞങ്ങളുടെ വീട്ടിലുള്ള പ്ലാവാണ് ഇത്. എപ്പോഴും ഇതുപോലെ മണ്ണിൽ മുട്ടിയിട്ടൊക്കെയാണ് ചക്ക ഉണ്ടാവാറുള്ളത്. നമുക്ക് പറിച്ചെടുക്കാനൊക്കെ നല്ല സുഖമാണ്. ഇപ്പോൾ ഇതിനകത്തുനിന്ന് സ്മെല്ല് വന്ന് തുടങ്ങിയപ്പോഴാണ് പാകമായിട്ടുണ്ടെന്ന് മനസ്സിലായത്. ഇത്തവണ ഞാൻ വീട്ടിലേക്ക് നിൽക്കാൻ വന്ന സമയത്ത് തന്നെയാണ് ഇത് പാകമായിട്ടുണ്ടായിരുന്നത്. സ്മെല്ല് വന്നു തുടങ്ങിയതുകൊണ്ട് ഞാൻ തന്നെ ഇത് വിളവെടുക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് പാകമായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ കൈവച്ച് തിരിച്ചു കൊടുത്താൽ തന്നെ ഇത് എടുക്കാൻ പറ്റും. ഇത് പക്ഷേ അത്രയും പാകമായിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കത്തി വെച്ച് മുറിച്ചാണ് എടുത്തത്. കഴിഞ്ഞ തവണ ഉണ്ടായ ചക്ക ഇതുപോലെ മണ്ണിൽ മുട്ടിയാണ് കിടന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിവശം കേടായി പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണ അച്ഛനൊരു മരക്കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സാധാരണ ഉണ്ടാകുന്നതിലും കുറച്ച് വലിപ്പത്തിൽ തന്നെ ചക്ക ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ഒരെണ്ണം ആ മരത്തിൻ്റെ മേളിലേക്ക് തന്നെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് പഴുത്ത് തുടങ്ങുമ്പോൾ മുതൽ നല്ല മണമാണ് ഉണ്ടാവുക. ഈ ഒരു ചക്കയ്ക്ക് ആ ഒരു ഏരിയയിൽ തന്നെ നന്നായിട്ട് മണം ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു ചക്ക പഴുത്തു എന്ന് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുക. പറിച്ച് വെച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് വെട്ടി നോക്കിയത്. അപ്പോഴേക്കും ഇത് നന്നായിട്ട് പാകമായിട്ടുണ്ടായിരുന്നു. നല്ല മധുരം ഉണ്ടാവും ഈ ഒരു ചക്ക. ഞങ്ങൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണോ എന്ന് അറിഞ്ഞൂടാ. ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എല്ലാതും നല്ല മധുരമുള്ള ചുളകളായിരിക്കും കിട്ടാറുള്ളത്. ആദ്യമൊക്കെ കായ്ച്ചു തുടങ്ങിയ സമയത്ത് വളരെ കുഞ്ഞു ചക്കകളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഒരു കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ 5-6 ചുളകൾ മാത്രമുള്ള ചക്ക വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. ഇപ്പോൾ ഈ കിട്ടിയ ചക്കയിലൊക്കെ കുറച്ചധികം ചുളകളുണ്ട്. ചുളകൾ കുറവാണെങ്കിലും അത് നല്ല മധുരമായിരിക്കും, പിന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. വീട്ടിൽ തന്നെ ചക്ക വേണമെന്ന് ആഗ്രഹമുള്ളവർക്കും അതുപോലെ സ്പേസ് കുറവുള്ളവർക്കൊക്കെ ഈ ഒരു ഇനം നല്ല സ്യൂട്ടബിളാണ്. ആദ്യം ഇതിൻ്റെ തൈ കൊണ്ടുവന്ന് വെച്ച സമയത്ത് ഉണ്ടാവുമോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റിയത്. ഈ ഒരു ഐറ്റം പ്ലാവ് പലരും ടെറസിലൊക്കെ പ്ലാന്റ് ചെയ്യുന്നുണ്ട്. ടെറസിൽ ഡ്രമ്മൊക്കെ വെച്ചിട്ട് അതിനകത്ത് ചെയ്യുന്നൊക്കെ ആയിട്ട് യൂട്യൂബിൽ പല വീഡിയോസും കണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്പേസ് ഉള്ളതുകൊണ്ട് മുറ്റത്ത് തന്നെയാണ് ഇത് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. സ്പേസ് ഇല്ലാത്തവർക്കൊക്കെ ടെറസിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇനം തന്നെയാണ്. സാധാരണയായിട്ട് എല്ലാ ചക്കകളും മൂത്ത് പാകമാവുന്നതിന് മുമ്പായിട്ടൊക്കെ തന്നെ ഇത് നേരത്തെ തന്നെ പാകമായിട്ട് കിട്ടാറുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണ കിട്ടുന്ന ചക്കച്ചോളകളേക്കാളും കുറച്ചും കൂടി ഓറഞ്ച് നിറം കൂടുതലായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഞങ്ങളുടെ അച്ഛൻ തൃശ്ശൂർ മണ്ണൂത്തിയിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു ഫാമിൽ നിന്നാണ് ഈ ഒരു പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 1 വർഷം കൊണ്ട് തന്നെ ഈ ഒരു ഐറ്റം പ്ലാവിൽ ചക്ക ഉണ്ടായി തുടങ്ങുമെന്ന് പലരും പറയുന്നതായിട്ട് വീഡിയോയിലൊക്കെ കണ്ടു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 വർഷം എടുത്തിട്ടാണ് ഞങ്ങളെ വീട്ടിൽ ചക്ക ഉണ്ടായത്. അപ്പോൾ അതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്